ഗായ്സ്, നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇന്നലെ നമ്മൾ ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പൊട്ടി പൊട്ടി കരയുന്നതും അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിക്കുന്നതും അവിടെ നിന്ന് ഓരോ ആൾക്കാരും നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു രംഗം ഗൈസ് കണ്ടിട്ട് വല്ലാത്ത വേദന തോന്നി. അറിയാതെ പോലും ഇതുപോലൊന്നും വീഡിയോ ചെയ്ത് ഒരാളെ പറ്റിക്കാതിരിക്കുക, അതേ പറയാനുള്ളൂ. ഇപ്പോൾ പറ്റിയത് പറ്റി. ഇനിയെങ്കിലും ഓരോ സ്ത്രീയും സൂക്ഷിക്കുക. ചെയ്യുന്നവരുണ്ടാവും, ഇല്ലയെന്ന് പറയാനില്ല. ചെയ്യാത്ത നിരപരാധികളെ ഇതുപോലെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പീഡിപ്പിക്കുമ്പോൾ ഓരോ സ്ത്രീയും മനസ്സിലാക്കുക അവർക്കൊരു കുടുംബമുണ്ട്, ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം ആരും മറക്കാതിരിക്കുക. അയ്യോ, അവനങ്ങനെ നീ സഹിക്കുന്നതൊക്കെ ഇതിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്റെ കുട്ടിയെ അമ്മന്റെ മുത്ത് അമ്മനെ കാത്തു നിൽക്കുകയാണമ്മ, അമ്മനെ കാത്തു നിൽക്കുകയാണ് അമ്മന്റെ മുത്ത്. വരമ്മ, അമ്മ വരമ്മ, അമ്മ വരണ്ട. അമ്മന്റെ നിൽക്കാണ്, കാത്തു നിൽക്കാണ്. വരമ്മ, അമ്മ ഇവിടെ കിടക്കും. അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ, അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ. മുത്തിലേക്ക് വേഗത്തിൽ വരും അമ്മ. നിൽക്കൂലമ്മ, മുത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂലേ? എന്റെ മുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ. എന്റെ കുട്ടിയെ ആരോടും ഒന്നും പറയാത്തൊരു കുട്ടിയുടെ അതാണ് എന്റെ കുട്ടി ഇത്ര വേദന വരാൻ കാരണം. എന്നാൽ ഒരു വാക്കിനോട് എന്റെ കുട്ടിക്ക് പറഞ്ഞുവിടനോ? ഒരു വാക്ക് പറഞ്ഞു ഞാൻ എന്റെ മോന്റെ അടുത്ത് തന്നെ പോയി കിടക്കല. ഇന്നറിയിച്ചില്ല എന്റെ കുട്ടി, ഇന്നറിയിച്ചില്ല എന്റെ മുത്തേ. വീട്ടിലുള്ളവരൊക്കെ പറയാനുണ്ട്. അത്രയും നല്ലൊരു മനുഷ്യനെ 2 ദിവസം കൊണ്ട് മനസ്സും ശരീരവും തളർത്തിക്കഴിഞ്ഞ ഈ ഒരു വാർത്ത എന്ത് നേടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ സ്ത്രീയോട്. അപ്പോൾ ആർക്കും ഇനി ഒരു ഗതി വരാതിരിക്കട്ടെ. ഇനി ആർക്കും ഇതുപോലത്തെ ഒരു തെറ്റ് വീഡിയോ ഇത്രയുള്ള കേസ്. നെക്സ്റ്റ് കാണുന്നവരെ ബൈ.